നമസ്കാരം. പ്രധാന വാർത്തകൾ. പൂവിളി പങ്കിടാൻ അമ്മത്തൊട്ടിലിന്റെ സാന്ത്വനത്തിലേക്ക് പുതിയ അതിഥിയെത്തി. ഈ വർഷത്തെ 13ാമത്തെ കുട്ടി. പതിവ് തെറ്റിക്കാതെ ഓണനാളുകൾ ആരംഭിക്കെ സംസ്ഥാന ശിശുക്ഷേമ സമിതി തിരുവനന്തപുരത്ത് തൈക്കാട് സ്ഥാപിച്ചിട്ടുള്ള അമ്മത്തൊട്ടിലിൽ ഒരതിഥി കൂടിയെത്തി. പൂവിളി പങ്കിടാൻ അമ്മത്തൊട്ടിലിന്റെ സാന്ത്വനത്തിലേക്ക് 6 ദിവസം പ്രായം തോന്നിക്കുന്ന ആൺകുഞ്ഞു കൂടിയാണ് എത്തിയത്. ഒരുമയുടെ സമ്പൽ സമൃദ്ധിയുടെയും നാളുകളിലേക്ക് പുതിയ അതിഥിയെ വരവേറ്റുകൊണ്ട് ശ്രാവൺ എന്ന് പേരിട്ടതായി സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി GL അരുൺഗോപി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തിരുവനന്തപുരം അമ്മത്തൊട്ടിൽ ലഭിക്കുന്ന 607ാമത്തെ കുട്ടിയാണ് പോറ്റമ്മമാരുടെ സംരക്ഷണയ്ക്കായി അമ്മത്തൊട്ടിലെത്തിയത്. ഡിസംബർ 14-ന് നിവിൻ അഭിനയിച്ചത് തനിക്കൊപ്പമെന്ന് നടി പാർവതി ആർ കൃഷ്ണ. നിവിൻ പോളിക്കെതിരായ ബലാത്സംഗ കേസിലെ പരാതി വ്യാജമെന്ന് ചൂണ്ടിക്കാട്ടി നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ ഇന്നലെ രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴിതാ നടി പാർവതി ആർ കൃഷ്ണയും ഇക്കാര്യം പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ്. 2023 ഡിസംബർ 14-ന് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ചിത്രീകരണത്തിൽ നിവിൻ പോളിക്കൊപ്പം താൻ പങ്കെടുത്തിരുന്നെന്ന് പാർവതി പറയുന്നു. ചിത്രത്തിൽ നിവിൻ പോളിക്കൊപ്പം എത്തുന്ന രംഗത്തിലെ അതേ കോസ്റ്റ്യൂമിലുള്ള വീഡിയോ മൊബൈലിൽ ചിത്രീകരിച്ച ഡേറ്റ് അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ പാർവതി രംഗത്തെത്തിയിരിക്കുന്നത്. UDF യോഗത്തിൽ കല്ലേറ്. ലീഗ് നേതാവിന് പരിക്ക്. പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ UDF സംഘടിപ്പിച്ച പൊതുയോഗത്തിന് നേരെ കല്ലേറ്. നഗരസഭയുടെ വികസന മുരടിപ്പിനെതിരെ നടത്തിയ പൊതുയോഗത്തിന് നേരെയാണ് കല്ലേറുണ്ടായത്. സംഭവത്തിൽ ലീഗ് നേതാവിന് പരിക്കേറ്റു. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. ഡ്രൈഡേയിൽ ഇളവ്. നിരോധിത ദിവസങ്ങളിലും മദ്യം വിളമ്പാം. മദ്യനയത്തിന് അംഗീകാരം നൽകി CPM. ഈ മാസം 11-ന് നടക്കുന്ന LDF യോഗത്തിൽ മദ്യനയം ചർച്ച ചെയ്ത് അംഗീകരിക്കും. സംസ്ഥാനത്ത് എല്ലാ മാസവും 1-ാം തീയതിയുള്ള ഡ്രൈഡേ ആചരണം മാറ്റമില്ലാതെ തുടരാനാണ് തീരുമാനം. കൂടാതെ മൈസ് ടൂറിസം പ്രോത്സാഹിപ്പിക്കും. അതേസമയം ടൂറിസം മേഖലകളിലെ മീറ്റിംഗുകൾ, കോൺഫറൻസുകൾ, പ്രദർശനങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക ഇടങ്ങളിൽ ഡ്രൈഡേയിലും മദ്യം വിളമ്പാൻ അനുമതി നൽകുന്നതായിരിക്കും. എന്നാൽ 15 ദിവസം മുമ്പ് പ്രത്യേക അനുമതി വാങ്ങണം. ഡ്രൈഡേ ഒഴിവാക്കിയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നും അത് തങ്ങളെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിയിടുമെന്നുമായിരുന്നു ബാർ ഉടമകളുടെ ആവശ്യം. എന്നാൽ ഈ ആവശ്യം CPM അംഗീകരിച്ചില്ല. കായംകുളം CPM-ൽ കൂട്ടരാജി. കായംകുളം CPM-ൽ കൂട്ടരാജി. 10 പാർട്ടി അംഗങ്ങൾ കൂടി രാജിവെച്ചതായാണ് റിപ്പോർട്ട്. പുള്ളിക്കണക്ക് മാവേലി സ്റ്റോർ ബ്രാഞ്ചിലെ പ്രവർത്തകരെ പുറത്താക്കിയതിൽ പ്രതിഷേധിച്ചാണ് കൂട്ടരാജി. കഴിഞ്ഞ ദിവസം പുള്ളിക്കണക്ക് ബ്രാഞ്ച് കമ്മിറ്റി മുഴുവൻ രാജിവെച്ചിരുന്നു. ബ്രാഞ്ചിലെ 12 അംഗങ്ങളാണ് രാജിവെച്ചത്. ഇവർ രാജിവെക്കുന്നതായി അറിയിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് കത്തയക്കുകയായിരുന്നു. പാരാലിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സ്വർണം. പാരാലിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സ്വർണം. ഹൈജമ്പിൽ ഇന്ത്യയുടെ പ്രവീൺ കുമാറിനാണ് ഏഷ്യൻ റെക്കോർഡ് സ്വർണം നേടിയത്. 2.08 മീറ്റർ ഉയരത്തിൽ ചാടിയാണ് താരം സുവർണ നേട്ടത്തിലേക്ക് എത്തിയത്. മാരിയപ്പൻ തങ്കവേലുവിന് ശേഷം പാരാലിമ്പിക്സ് ഹൈജമ്പിൽ സ്വർണം നേടുന്ന താരമാണ് നോയിഡ സ്വദേശിയായ പ്രവീൺ കുമാർ. 2.06 മീറ്റർ ചാടിയ US താരം ഡെറിക് ലോസ്ഡന്റ് വെള്ളിയും 2.03 മീറ്റർ പിന്നിട്ട ഉസ്ബെക്കിസ്ഥാൻ താരം തെമുർബെക്ക് ഗിയോസോവ് വെങ്കലവും സ്വന്തമാക്കി. അതേസമയം പാരീസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 26 ഉയർന്നു. 6 സ്വർണം, 9 വെള്ളി, 11 വെങ്കലം എന്നിങ്ങനെയാണ് ഇതുവരെയുള്ള മെഡൽ നേട്ടം. പട്ടികയിൽ 14ാമതാണ് ഇന്ത്യ ഉള്ളത്. 74 സ്വർണം ഉൾപ്പെടെ 169 മെഡലുമായി ചൈനയാണ് ഒന്നാമത്. ബ്രിട്ടൻ, US, നെതർലൻഡ്, ഫ്രാൻസ് എന്നിവയാണ് ആദ്യ 5-ലുള്ള മറ്റ് ടീമുകൾ. റെയിൽവേ സ്റ്റേഷനുകളുടെ പേരുകൾ മാറ്റി. തിരുവനന്തപുരം ജില്ലയിലെ നേമം, കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനുകളുടെ പേര് മാറ്റി സർക്കാർ വിജ്ഞാപനമിറക്കി. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ പേര് തിരുവനന്തപുരം നോർത്ത് എന്നും നേമത്തിന്റെ പേര് തിരുവനന്തപുരം സൌത്ത് എന്നുമാണ് മാറ്റിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷ പരിഗണിച്ചാണ് നടപടി. റെയിൽവേ ബോർഡിന്റെ ഉത്തരവ് കൂടി പുറത്തുവന്നാൽ ഔദ്യോഗികമായി പേരുമാറ്റം നിലവിൽ വരും. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ബോണസ് അനുവദിച്ചു. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്ക് ബോണസ് അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 4000 രൂപയാണ് ബോണസ്. ബോണസിന് അർഹതയില്ലാത്തവർക്ക് ഉത്സവബത്തിയായി 2750 രൂപയും നൽകും. സർവീസ് പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവബത്തിയായി 1000 രൂപ അനുവദിച്ചു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച ജീവനക്കാർക്കും പ്രത്യേക ഉത്സവബത്ത ലഭിക്കും. കൂടാതെ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി 20,000 രൂപ ലഭിക്കും. പാർട്ട് ടൈം, കണ്ടിജന്റ് ഉൾപ്പെടെയുള്ള മറ്റ് ജീവനക്കാർക്ക് അഡ്വാൻസ് 6000 രൂപയാണ്.
വയനാട് ദുരന്തം വായ്പ എഴുതിത്തള്ളാൻ സാവകാശം തേടി കേന്ദ്രം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ താൽക്കാലിക പുനരധിവാസം പൂർത്തിയായെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. ദുരന്തം വിലയിരുത്തുന്നതിനായി കേന്ദ്ര സംഘം സന്ദർശനം നടത്തിയെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു. അതേസമയം ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം വായ്പകൾ എഴുതിത്തള്ളുന്നതിലടക്കം തീരുമാനമെടുക്കുന്നതിനായി കേന്ദ്രം സാവകാശം തേടി. ദുരന്തവുമായി ബന്ധപ്പെട്ട തുടർകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മന്ത്രാലയങ്ങളിൽ തമ്മിലുള്ള ചർച്ച നടക്കുന്നുവെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. 6 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കുമെന്ന് കേന്ദ്രം അറിയിച്ചു. നിയമപ്രകാരമുള്ള ദുരന്ത നിവാരണ പദ്ധതികൾ വിവിധ വകുപ്പുകളിൽ ആവിഷ്കരിച്ചിട്ടില്ലെന്ന് അമിക്കസ് ക്യൂറി ചൂണ്ടിക്കാട്ടി. ഉത്രാലിക്കാവിലെ മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പ്രശസ്തമായ ഉത്രാലിക്കാവ് ക്ഷേത്രത്തിലെ മോഷണത്തിന്റെ നിർണായക തെളിവുകൾ പോലീസിന്. മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന ചിത്രങ്ങളും ക്ഷേത്രത്തിലെ CCTV ദൃശ്യങ്ങളുമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നതെന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. കുപ്രസിദ്ധ മോഷ്ടാവ് എറണാകുളം സ്വദേശി വാവ അനിലാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. വടക്കാഞ്ചേരി പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവരുകയായിരുന്നു. ഗുരുതി തറയ്ക്ക് മുന്നിലുള്ള ഭണ്ഡാരം തകർത്താണ് പണം കവർന്നത്. ഏകദേശം 5000 രൂപയോളം നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക വിവരം. ക്ഷേത്രത്തിന് പുറകുവശത്തുള്ള റെയിൽവേ വഴിയാണ് മോഷ്ടാവ് എത്തിയിട്ടുള്ളതെന്നാണ് സൂചന.